കെ കൃഷ്ണൻകുട്ടി പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം നടക്കുക. മാത്യു ടി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് കെ കൃഷ്ണൻകുട്ടി 74 വയസ്സുള്ള ജനതാദൾ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം പുതിയ മന്ത്രിയാകുകയാണ്. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ് സൂചന. സ്പീക്കർ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാരും മറ്റ് നിയമസഭാംഗങ്ങളും എല്ലാം തന്നെ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. ചിറ്റൂരിൽ നിന്നുമുള്ള MLA ആണ്. 3ാം തവണയാണ് ചിറ്റൂരിൽ നിന്നും കെ കൃഷ്ണൻകുട്ടി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പാർട്ടിയിലെ 2 തട്ടായി വീതിച്ചു നിന്നപ്പോൾ 2 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് CK നാണു പറഞ്ഞത് കെ കൃഷ്ണൻകുട്ടിക്കായിരുന്നു. അങ്ങനെയാണ് 2.5 വർഷം പിന്നിടുമ്പോൾ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി വരുന്നത്. ഭാര്യയുണ്ട് കൃഷ്ണൻകുട്ടിയോടൊപ്പം, കുടുംബസമേതമാണ് അദ്ദേഹം. ഭാര്യയാണ് തൊട്ടടുത്ത് കാണുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരിക്കുന്നു കൃഷ്ണൻകുട്ടി. മറ്റ് നിയമസഭാംഗങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു. UDF നേതാക്കൾ ബഹിഷ്കരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് സത്യപ്രതിജ്ഞയുടെ വിവരങ്ങൾ? കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ഗവർണർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാജ്ഭവനിലെ ഈ പ്രത്യേക വേദിയിലേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് കെ കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. തുടർന്ന് അദ്ദേഹം സ്ഥാനമേൽക്കും. വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ 10 മിനിറ്റ് താഴെ മാത്രമായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദൈർഘ്യവും. ഇതിനോടകം തന്നെ നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. മാത്യു ടി തോമസ് അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഇടത് പാളയത്തിലെത്തിയ വീരേന്ദ്രകുമാർ അടക്കമുള്ള നേതാക്കളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരാണ് എന്നത് ശ്രദ്ധേയമാണ്. സ്പീക്കർ, മറ്റു മന്ത്രിമാർ, MLA-മാർ അടക്കമുള്ളവരെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. ആദ്യം കോൺഗ്രസിലും തുടർന്ന് സോഷ്യലിസ്റ്റ് ചേരിയിലും എത്തിയ കെ കൃഷ്ണൻകുട്ടി ഇത് 4ാം തവണയാണ് ഇത്തവണ ചിറ്റൂരിൽ നിന്നും വിജയിക്കുന്നത്. 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ മാത്യു ടി തോമസിനോട് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനത്തിന് അവസരം ഒരുങ്ങുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നതോടുകൂടി പാലക്കാട് ജില്ലയ്ക്ക് 2ാമതൊരു മന്ത്രിയെ ലഭിക്കുന്നു. ചിറ്റൂർ മണ്ഡലത്തിന് നിന്നുള്ള ഒരു പ്രതിനിധി ആദ്യമായാണ് മന്ത്രിസഭയിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിലടക്കം കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ നിരവധി പേരാണ് പാലക്കാട് നിന്നും എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി കർഷകനായാണ് അദ്ദേഹം ശ്രദ്ധേയമായത്. പല കർഷകർക്ക് വേണ്ടിയുള്ള പല പോരാട്ടങ്ങളിലൂടെയും അദ്ദേഹം കടന്നു വന്നു. 80-ൽ അദ്ദേഹം കന്നി അംഗം 80-ലായിരുന്നു. 80-ൽ CPIയുടെ P ശങ്കറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 82-ൽ ഇപ്പോഴത്തെ KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചു. തുടർന്ന് പരാജയപ്പെട്ടെങ്കിലും ഹാട്രിക് വിജയം നേടാനുള്ള ശ്രമത്തിനിടെ പരാജയപ്പെടുകയായിരുന്നു. 87-ൽ 91-ൽ അദ്ദേഹം 87-ൽ തന്നെ തോൽപ്പിച്ച K ചന്ദ്രനെ വീണ്ടും തോൽപ്പിച്ചുകൊണ്ടാണ് 3ാം തവണ നിയമസഭയിൽ എത്തുന്നത്. 2016-ൽ ചിറ്റൂരിൽ നിന്നും കെ അച്യുതനെ 7285 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം 4ാം തവണ നിയമസഭയിൽ എത്തുന്നത്. ജനതാദൾ പിളർന്നപ്പോൾ നേരത്തെ NV വീരേന്ദ്രകുമാറിനൊപ്പം സോഷ്യലിസ്റ്റ് ജനത രൂപീകരിക്കാൻ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. പരമ്പരാഗത കൃഷിരീതികളും തുടർന്നുള്ള അദ്ദേഹത്തിന് നിരവധി പരമ്പരാഗത കൃഷിരീതികളെല്ലാം തന്നെ തുടരുമ്പോഴും കൃഷിയിലെ ശാസ്ത്രീയതയും ആധുനിക ജലസേചന മാർഗങ്ങളും ഒക്കെ പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നതിൽ വലിയ പാഠവുമുള്ള നേതാവ് കൂടിയാണ് കെ കൃഷ്ണൻകുട്ടി. 70-ൽ പെരുമാട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. ആ കാലയളവിലടക്കം നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. ഏതായാലും രാജ്ഭവനിൽ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിനായി അദ്ദേഹം എത്താനായി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിനോടകം തന്നെ രാജ്ഭവനുള്ളിലെ ഹാളിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു.
കാർത്തിക്, ഇതോടൊപ്പം തന്നെ UDF നേതാക്കൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ UDF നേതാക്കൾ ആരെങ്കിലും ചടങ്ങിന് എത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ എത്തുന്നതോടുകൂടി മന്ത്രിസഭയ്ക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല, മന്ത്രിസഭ ഏതായാലും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. അങ്ങനെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് അവരുടെ UDF യോഗത്തിൽ ഒരു ധാരണയുണ്ടായിട്ടുള്ളത്. UDF നേതാക്കൾ ഈ ചടങ്ങിലേക്ക് വന്നിട്ടുണ്ടോ കാർത്തിക്? UDF നേതാക്കൾ ആരും തന്നെ ഈ ചടങ്ങിൽ എത്തിയിട്ടില്ല. അവർ ചടങ്ങ് ബഹിഷ്കരിക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് കൃഷ്ണൻകുട്ടിയോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടോ മറ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ അല്ല. സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളിൽ ഇടപെടാതെ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ അനാവശ്യമായിരുന്നു എന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ BJPയുടെ ഏക MLA ആയ O രാജഗോപാൽ ഇതിനോടകം തന്നെ ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മന്ത്രിമാരായ K രാജു, AC മൊയ്തീൻ അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. തോമസ് ഐസക്, മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവരും നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണനും ഇതിനോടകം തന്നെ രാജ്ഭവനിലെ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നിരവധി പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. 4:55 കൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഏതായാലും വി ആർ കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്ഭവനിൽ ആരംഭിക്കാൻ പോകുകയാണ്. അല്പസമയത്തിനകം തന്നെ ഗവർണർ ജസ്റ്റിസ് P സദാശിവം എത്തും, സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലളിതമായ ചടങ്ങ് 10 മിനിറ്റിനകത്ത് തന്നെ സത്യപ്രതിജ്ഞ പൂർത്തിയാകുമെന്നാണ് കാർത്തിക് നൽകുന്നത്. UDF നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നും കാർത്തിക് വ്യക്തമാക്കുന്നു. പൊതുവേദി പൂർണ്ണമാക്കുകയാണ്. ഇനി അടുത്ത വാർത്തയിലേക്കാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടരുകയാണ്. രഞ്ജിത്തിന് തുടരാം. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റും ചിറ്റൂർ MLAയുമായ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അല്പസമയത്തിനകം. ജനതാദൾ നേതാവ് മാത്യു ടി തോമസിനെ രാജിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുതിയ മന്ത്രിയായി കെ കൃഷ്ണൻകുട്ടി ചാർജ് എടുക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം എത്തിയിട്ടുണ്ട്. കാർത്തിക് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കാർത്തിക്, കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമാണ്. മന്ത്രിസഭയിലെ മറ്റംഗങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഗവർണർ ജസ്റ്റിസ് P സദാശിവവും എത്തിച്ചേരും. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ചീഫ് സെക്രട്ടറി നിയുക്ത മന്ത്രിയെ സത്യപ്രതിജ്ഞ ക്ഷണിക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം കെ കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 10 മിനിറ്റിന് താഴെ മാത്രമായിരിക്കും ഈ ചടങ്ങ്. രാജ്ഭവനുള്ളിലെ ഹാളിൽ ലളിതമായ ചടങ്ങാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ രാജ്ഭവന് പുറത്ത് കെ കൃഷ്ണൻകുട്ടിയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നു. പാലക്കാടിന് ഇത് രണ്ടാമതൊരു മന്ത്രിയെ പിണറായി മന്ത്രിസഭയിൽ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ചിറ്റൂർ മണ്ഡലത്തിലെ നിരവധി കാലമായുള്ള ആവശ്യമാണ് ഒരു മന്ത്രിസ്ഥാനം. ആ മന്ത്രിസ്ഥാനം കെ കൃഷ്ണൻകുട്ടിയിലൂടെ ഇത്തവണ യാഥാർത്ഥ്യമാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നടക്കം 100 കണക്കിന് പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ എത്തിയിട്ടുണ്ട്. സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്ഭവന് പുറത്ത് പന്തൽ കെട്ടിയാണ് നടത്തുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്ഭവനുള്ളിലെ ഹാളിലാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ ജസ്റ്റിസ് P സദാശിവം എത്തിച്ചേരും. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി രാജിവെക്കുകയായിരുന്നു. ഇന്നലെ ക്ലിഫ് ഹൌസിലെത്തിയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. തുടർന്ന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അസ്വാരസ്യങ്ങൾ എല്ലാം നീക്കിവെച്ചുകൊണ്ട് മാത്യു ടി തോമസ് അടക്കം ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ തന്നെ ഇടതുപാളയത്തിലെത്തിയ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാർ അടക്കമുള്ളവരും ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി, സ്പീക്കർ, മറ്റു മന്ത്രിമാർ, MLAമാർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തി. ഗവർണർ എത്താനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. ഗവർണർ എത്തിയാൽ ഉടൻ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം ദേശീയ ഗാനമാണ്. തുടർന്ന് ചീഫ് സെക്രട്ടറി
നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ കെ കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഏറെ കാലത്തിന് ശേഷമാണ് ചിറ്റൂരിന് ഒരു മന്ത്രി ലഭിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തകരും നിരവധി പേർ ഇതിനോടകം തന്നെ ഈ ഹാളിലും രാജ്ഭവന് പുറത്തുമായി എത്തിയിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ഗവർണർ നൽകുന്ന ഒരു വിരുന്നിൽ നിയുക്ത മന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റിലെത്തിയാവും അദ്ദേഹം ചുമതലയേൽക്കുക. മാത്യു ടി തോമസ് നേരത്തെ വഹിച്ചിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയാവും കൃഷ്ണൻകുട്ടിക്കും ലഭിക്കുക. രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി കാർഷിക രംഗത്ത് അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്ത് ഏറെ പരിചയസമ്പത്തുള്ള ഒരു വ്യക്തി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കാടും ചിറ്റൂരും ഉറ്റുനോക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. സ്കൂൾ പഠനത്തിന് ശേഷം കോൺഗ്രസിലൂടെയാണ് കെ കൃഷ്ണൻകുട്ടി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് സോഷ്യലിസ്റ്റ് ചേരിയിലെത്തി. തുടർന്ന് ഇങ്ങോട്ട് 4 പതിറ്റാണ്ട് കാലവും സോഷ്യലിസ്റ്റ് ചേരിയിൽ. കാർത്തികാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്. കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നു. കർഷകർക്കായി നടത്തിയ ജനകീയ സമരങ്ങളാണ് കെ കൃഷ്ണൻകുട്ടി എന്ന നേതാവിനെ പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലെ അനിഷേധ്യ നേതാവാക്കി മാറ്റിയത്. പാലക്കാട് ചിറ്റൂരിന് ഒരു മന്ത്രിയെ ലഭിക്കുന്നു എന്ന സന്തോഷം ആ മേഖലയിൽ ഉള്ളവർക്കുണ്ട്. കാർഷികാനുകൂല്യങ്ങൾക്കും ജലത്തിനും മറ്റുമായി ചിറ്റൂരിൽ നടന്ന ഒറ്റയാൾ പോരാട്ടങ്ങളെ നേതൃനിരയിലുള്ള ഒരാൾ കൂടിയായിരുന്നു കൃഷ്ണൻകുട്ടി. 3ാം തവണയാണ് അദ്ദേഹം MLA ആകുന്നത്. 3ാം തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ തേടി വരികയാണ്. ജനതാദളിലെ ചില്ലറ തർക്കങ്ങൾ ഒഴിച്ചാൽ വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ കൃഷ്ണൻകുട്ടി മന്ത്രി അയച്ചു. നിലവിൽ ഗവർണർ സദാശിവം എത്തിക്കഴിഞ്ഞു. കാർത്തിക് തുടരാം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ഗവർണർ പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ എത്തിച്ചേർന്നു. I request your permission to present him. Sri K. Krishnankutti, Minister Designate, please. I, K. Krishnankutti, ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയുടെ സർവ്വവ്യാപ്യമായ വിശ്വസ്തയും പൂർവ്വപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന രീതിയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടന നിയമവും അനുസരിച്ച് നീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്തു. കെ കൃഷ്ണൻകുട്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തു.
കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം ഗവർണർ പി സദാശിവം എന്നിവരുടെ സാന്നിധ്യത്തിൽ അവരോടൊപ്പം ഇപ്പോൾ വേദി പങ്കിടുകയാണ് പി കൃഷ്ണൻകുട്ടി. കാർത്തിക് ടെലിഫോണിലുണ്ട് എന്ന് കരുതുന്നു. കാർത്തിക്, തുടരാം. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി ചുമതലയേൽക്കും. ഇത് 4ാം തവണയാണ് കെ കൃഷ്ണൻകുട്ടി നിയമസഭയിലേക്ക് എത്തുന്നത്. 4ാം തവണ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലാണ് കെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാന അവരോഹണം. അതോടൊപ്പം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയാകും കെ കൃഷ്ണൻകുട്ടിക്കും ലഭിക്കുക. ഇതിനുശേഷം പ്രവർത്തകരുടെ സ്വീകരണമുണ്ടാകും. നിരവധി പ്രവർത്തകർ ഉച്ചയോടുകൂടി തന്നെ രാജ്ഭവന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയ്ക്ക് ഏറെ നാളായുള്ള കാത്തിരിപ്പിന് ശേഷം ഒരു 2ാം മന്ത്രി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിന്റെ ദീർഘകാലത്തിന് ആവശ്യവും അതും സാക്ഷാത്കരിക്കപ്പെടുന്നു. ഈ അവസരം പ്രവർത്തകർ വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകർ പാലക്കാട് നിന്നും ചിറ്റൂരിൽ നിന്നടക്കം തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ രാജ്ഭവന് മുന്നിൽ കാത്തിരിക്കുകയാണ്. രാജ്ഭവൻ ഉള്ളിലെ ഹാളിൽ ലളിതമായ ചടങ്ങാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്ത ജലവിഭവ വകുപ്പും അതിനോടനുബന്ധമായ മറ്റ് വകുപ്പുകളുമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. അല്പസമയത്ത് മുൻപ് ഗവർണർ പി സദാശിവം സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ചൊല്ലിക്കൊടുത്തു. പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് കെ കൃഷ്ണൻകുട്ടി, ജനതാദൾ നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. നാലാം വട്ടമാണ് കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിനെ പ്രതിനിധീകരിക്കുന്ന നിയമസഭയിൽ. 1980, 82, 91 കാലഘട്ടങ്ങളിൽ ചിറ്റൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലെത്തിയിരുന്നു. ഇതിനു മുൻപ് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ നിന്ന് ജയിച്ചു, MLA ആയി. ഇപ്പോൾ മന്ത്രിസ്ഥാനവും കെ കൃഷ്ണൻകുട്ടി തേടിയെത്തിയിരിക്കുന്നു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, പി രാജു, പി ചന്ദ്രശേഖരൻ എന്നിവരടക്കം മന്ത്രിസഭാ അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവർ കൃഷ്ണൻകുട്ടിയെ ഇപ്പോൾ അനുമോദിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പി ജയരാജനുണ്ട്, SC മൊയ്തീൻ, തോമസ് ഐസക് അടക്കമുള്ള മന്ത്രിസഭയിലെ VS സുനിൽകുമാർ അടക്കം മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം തന്നെ കെ കൃഷ്ണൻകുട്ടിയെ അനുമോദിക്കാനായി ഇപ്പോൾ അനുമോദനം നടക്കുകയാണ്. കാർത്തിക് ചേരുന്നു. കാർത്തിക്, തുടരാം. സത്യപ്രതിജ്ഞ ചടങ്ങ് ചിറ്റൂർ MLA കെ കൃഷ്ണൻകുട്ടി പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ജലവിഭവ വകുപ്പ് മന്ത്രിയായാണ് കൃഷ്ണൻകുട്ടി സ്ഥാനമേൽക്കുന്നത്. ചിറ്റൂരിനെ 4ാം തവണയും നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണൻകുട്ടി ജനതാദൾ എസിലെ ചെറിയ ഒരു തർക്കം മാത്യു ടി തോമസിനെ മാറ്റി നിർത്തി 2.5 വർഷം മാത്യു ടി തോമസ് ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. 2.5 വർഷം. കാർത്തിക്, കേൾക്കാമെന്ന് കരുതുന്നു. തുടരാം. ദൈവനാമത്തിലാണ് കെ കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇപ്പോൾ രാജ്ഭവൻ അങ്കണത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. മന്ത്രിമാരും ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഇപ്പോൾ വേദിയിലെത്തി. ഗവർണറും മുഖ്യമന്ത്രിയും വേദിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഗവർണർ നൽകുന്ന ചെറിയ വിരുന്നിൽ
കെ കൃഷ്ണൻകുട്ടി പങ്കെടുക്കും. അതിനുശേഷമാവും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. രാജ്ഭവൻ അങ്കണത്തിൽ നിരവധി ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നെത്തിയ നിരവധി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത്. 4ാം തവണ നിയമസഭയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. 1980 ആണ് കെ കൃഷ്ണൻകുട്ടി ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. അന്ന് CPIയിലെ ശങ്കരെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് 82 ഇപ്പോഴത്തെ KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചു. 87 ഹാട്രിക് വിജയം നേടാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിന് അടിതെറ്റി. പക്ഷെ അപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് തന്നെ ശക്തമായി തുടരുന്നു. 91 അദ്ദേഹം വീണ്ടും നിയമസഭയിലെത്തി. 3ാം തവണ നിയമസഭയിലെത്തി. 2016 കെ അച്യുതനെ തോൽപ്പിച്ചുകൊണ്ടാണ് 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ അച്യുതൻ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കൃഷ്ണൻകുട്ടി നിയമസഭയിൽ എത്തുന്നത്. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിണറായി മന്ത്രിസഭയിൽ ജനതാദൾ എസിന്റെ പ്രതിനിധിയായി അവസരം ലഭിക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് മാത്യു ടി തോമസ് രാജിവെച്ചത്. 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മാത്യു ടി തോമസിന്റെ രാജി. ആദ്യഘട്ടത്തിൽ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായെങ്കിലും മാത്യു ടി തോമസിന്റെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാർത്തിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. VR കാർത്തിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. കെ കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.